ആമേൻ. ദൈവത്തിൽ പ്രത്യാശയുള്ള വ്യക്തി ആമേൻ പ്രതികൂലത്തെ നോക്കിയല്ല വിറുവിറുക്കേണ്ടത്. പിന്നെയോ എന്നെ കടത്തിക്കൊണ്ടുവന്ന ദൈവത്തിന് ഇതിന്റെ നടുവിൽ പാതയൊരുക്കുവാൻ സാധിക്കുമെന്ന് ആമേൻ ഉറപ്പുണ്ടായി. അത് മോശ മാത്രം. ജനം വിറുവിറുത്തപ്പോൾ ആമേൻ മോശയുടെ ഉന്നത്തിന്റെ നിലവിളി കണ്ട് ദൈവം ഇടപെട്ടു. മോശേ, നീ എന്നോട് കരയുന്നത് ജനത്തോട് മുമ്പോട്ട് പോകാൻ പറയാം. ആമേൻ. വിശ്വാസ വീര്യം അവിടെ ഉയർത്തി. മോശ കൽപ്പിച്ചപ്പോൾ ചെങ്കടൽ പിളർന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രതികൂലത്തിന്റെ നടുവിൽ പിറുപിറുപ്പല്ല ആവശ്യം, എതിരുപറച്ചിലല്ല ആവശ്യം, ആമേൻ കലഹമുണ്ടാക്കുകയല്ല ആവശ്യം, ഇടർച്ച വയ്ക്കുകയല്ല ആവശ്യം. എന്നെ വിളിച്ച ദൈവം ഇവിടം വരെയും എന്നെ നടത്തിക്കൊണ്ടുവന്നെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ എന്റെ ജീവിതത്തിൽ എന്നെ നിർത്തുവാൻ അവൻ അത്ഭുതമടയാളം ചെയ്ത് വീര്യപ്രവൃത്തി ചെയ്ത് എന്നെ ഉറപ്പിച്ച് എന്നെ നഷ്ടപ്പെടുത്താതെ, എന്റെ കുടുംബത്തിലുള്ളതിനെ നഷ്ടപ്പെടുത്താതെ, എണ്ണത്തിൽ ഞങ്ങൾ കുറയാതെ ആമേ നടത്തിയെടുത്ത പാതകളിൽ ആമേ വീണുപോകാതെ, തകർന്നു പോകാതെ, മുങ്ങിപ്പോകാതെ, നശിച്ചു പോകാതെ നടത്തിയെടുത്ത ദൈവം ഈ പ്രതികൂലത്തിലും എന്നെ നടത്തുമെന്നുള്ള ചിന്തയെ നമ്മളെ ഭരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കൊരു വാക്യം എടുക്കാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഹല്ലേലൂയ. ആമേൻ. 1 ദിനവൃത്താന്തം 17-ാം അധ്യായത്തില് ചില കാര്യങ്ങള് നാഥാൻ വന്ന് ദാവീദിനോട് പറയുന്നു. ദാവീദ് ഇരിക്കുന്ന സ്ഥാനത്ത് നാഥാൻ കടന്നു വരുന്നു. ആമേൻ. എന്താണ് ആ വാക്യം? 1 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങളില് നാഥാന്റെ മുമ്പില് ആമേൻ വചനത്തിന്റെ മുമ്പില് ആലോചനയുടെ മുമ്പില് താഴുന്ന ഭക്തൻ ആമേൻ. ഹല്ലേലൂയ. അവിടെ ഒരു ആശ്വാസം കൊള്ളുന്നുണ്ട്. സ്തോത്രം. എന്താണ് ആ വാക്യം? ദാവീദ് തന്റെ അരമനയിൽ വസിച്ചിരിക്കും കാലത്ത് ഒരു നാൾ നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, യഹോവയുടെ നിയമപ്പെട്ടകമോ തിരശ്ശീലകൾക്ക് കീഴെ ഇരിക്കുന്നു. ആമേ. രാജധാനിയിൽ സുഖസൗകര്യത്തിൽ ആമേ സമൃദ്ധിയിൽ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടാതെ ആമേ ഭയപ്പെടാതെ ജീവിക്കുന്ന ആമേ ദാവീദ് എന്ന ഭക്തന്റെ ഉള്ളില് ആമേ സമനിലപ്പുള്ള അല്ലെങ്കിൽ സമനിലയിൽ നിൽക്കുന്ന മനസ്സിന്റെ അകത്ത് ആമേ ദൈവത്തെ കുറിച്ചൊരു മോഹം കയറുക. എന്ന് ഞാനോ സുഖസൗകര്യത്തിൽ ജീവിക്കുന്നു, എന്നാൽ ആമേ ആലയത്തെ കുറിച്ചുള്ള എരിവെന്നെ ഭരിക്കുന്നു. സ്തോത്രം. ആമേ. ആമേ. ഞാൻ ആമേ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ പാർക്കുന്നു, ദൈവത്തിന്റെ പെട്ടകം തിരശ്ശീലയ്ക്കകത്തിരിക്കുന്നു. സ്തോത്രം. ഇന്ന് പകരം ചിന്തിക്കുക. ഹല്ലേലൂയ. സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുമ്പോൾ അതിന് മുകളിലുള്ള സൗകര്യങ്ങളിലേക്കല്ല നീ കയ്യെത്തേണ്ടത്. ആമേൻ. ആഗ്രഹങ്ങൾക്കൊത്ത് നിന്റെ കൈ ഉയരുകയല്ല, നിന്റെ വിശ്വാസം ഉയരുകയല്ല വേണ്ടത്. പിന്നെയോ ആമേൻ ദൈവസന്നിധിയിൽ ആലയത്തെ കുറിച്ചുള്ള എരിവ് അല്ലെങ്കിൽ ഹൃദയത്തിൽ തീഷ്ണത ദൈവത്തോട് അടുത്തു വരുവാൻ ആഗ്രഹിക്കുവാൻ ആമേൻ ദൈവത്തിന്റെ പെട്ടകത്തെ കുറിച്ച്, വിശുദ്ധ വചനത്തെ കുറിച്ച്, ദൈവഹിതത്തെ കുറിച്ച്, ദൈവത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച്, ആമേൻ ദൈവത്തിന്റെ ആലോചനയെ കുറിച്ച്, ആമേൻ ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ വാക്ക്, ദൈവത്തിന്റെ വചനത്തിന്റെ വിസ്തൃതി, ആമേൻ അതിനെന്നാൽ എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് ആമേൻ തന്റെ സുഖമുള്ള കാലത്ത് ദാവീദ് എന്ന ഭക്തൻ ചിന്തിക്കുക. അവിടെ വായിക്കുന്നത് 2-ാമത്തെ കാര്യം. സ്തോത്രം. നാഥാൻ ദാവീദിനോട്, നിന്റെ താല്പര്യം പോലെയൊക്കെ ചെയ്താലും യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആമേൻ. താല്പര്യം എന്താ? ആലയം ശൂന്യമായിരിക്കുന്നു, തിരശ്ശീലയ്ക്കകത്ത് പെട്ടകമിരിക്കുന്നു. ആമേൻ. അതിനൊരു പൂർണ്ണത വെളിപ്പെടണമെങ്കിൽ, ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, ദേശത്ത്, സഭയില്, സമൂഹത്തില്, ചാർച്ചമണ്ഡല ജനത്തിന്റെ നടുവില് ആമേൻ ഹല്ലേലൂയ ദൈവഹിതം വെളിപ്പെടണമെങ്കിൽ, ആമേൻ പെട്ടകം തിരശ്ശീലയ്ക്കകത്ത് ഇരുന്നാൽ പോരെ എന്നുള്ള ചിന്ത തന്നെ ഭരിച്ചപ്പോൾ അവിടെ ദാവീദിന്റെ മുൻപില് പെട്ടെന്ന് നാഥാൻ വെളിപ്പെടുകയാ. സ്തോത്രം. എന്തു പറഞ്ഞു? നിന്റെ ഇഷ്ടം എന്താണ് അത് നീ ചെയ്തോളാൻ. കാരണം എന്താ? ദൈവം ആലോചന കൊടുത്തത് തന്നെ. ആമേൻ ഹല്ലേലൂയ. നിന്റെ ഇഷ്ടം ചെയ്തോ. നീ എനിക്ക് വേണ്ടി ജാഗരിക്കുന്നല്ലോ, എന്നെ കുറിച്ച് നീ ചിന്തിക്കുന്നല്ലോ, നീ എന്നെ ഭയപ്പെടുന്നല്ലോ, എന്റെ വചനത്തിൽ നീ വിവരിക്കുന്നുണ്ടല്ലോ, എന്റെ ജനത്തെ കുറിച്ച് നീ ഓർക്കുന്നുണ്ടല്ലോ, എന്റെ ഹിതം നീ അന്വേഷിക്കുന്നുണ്ടല്ലോ, എന്റെ ശൂന്യത നീ മനസ്സിലാക്കുന്നല്ലോ,
അതിനുവേണ്ടി അല്ല നീ ഇപ്പോൾ പ്രവർത്തിക്കേണ്ടത്. സ്തോത്രം. ആമേൻ. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ അന്ന് രാത്രി നാഥാന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് എന്റെ ദാസനായ ദാവീദിനോട് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് വസിപ്പാനുള്ള ആലയം പണിയേണ്ടത് നീയല്ല. ഞാൻ ഇസ്രായേലിനെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ ഒരു ആലയത്തിൽ വാസം ചെയ്യാതെ കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും നിവാസത്തിൽ നിന്ന് നിവാസത്തിലേക്കും സഞ്ചരിച്ചു. എല്ലാ ഇസ്രായേലിനോടും കൂടെ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും എന്റെ ജനത്തെ മേയിപ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രായേൽ ന്യായാധിപതിമാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരു കൊണ്ട് ഒരു ആലയം പണിയാതെ ഇരിക്കുന്നത് എന്തെന്ന് ഒരു വാക്ക് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ? അവൻ എനിക്ക് ആലയം പണിതുകൊള്ളും. എന്നാൽ ഹല്ലേലൂയ, നീ ആഗ്രഹിച്ച അനുഭവങ്ങൾ, നീ ആഗ്രഹിച്ച ആശയങ്ങൾ, നീ നടന്നുപോയ വഴികൾ, നീ അനുഭവിച്ച ക്ലേശങ്ങൾ, നീ ആരെയൊക്കെ ഒളിച്ചു, ആരെയൊക്കെ എതിരിട്ടു, ആരുടെ മുമ്പിലൊക്കെ നീ സഹിഷ്ണുത കാണിച്ചു, ആരോടൊക്കെ നീ മറുത്തു പറയാതെ എന്റെ നാമത്തെ പ്രതി നീ നിവർന്നു നിന്നു, ആരൊക്കെ പേടിച്ച് നിന്റെ എന്റെ നാമത്തെ പ്രതി നീ ഉറപ്പുള്ളവനായി തീർന്നു. ആരുടെയും ഒക്കെ മുൻപിൽ എന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ നിന്റെ വാക്കുകൊണ്ട്, നിന്റെ പ്രവൃത്തി കൊണ്ട്, നിന്റെ ഓട്ടം കൊണ്ട്, നിന്റെ അധ്വാനം കൊണ്ട്, നിന്റെ സഹിഷ്ണുത കൊണ്ട്, എനിക്ക് വേണ്ടി നീ തീക്ഷ്ണത കാണിച്ചെങ്കിൽ ഞാൻ നിന്നെ പ്രഭുവാക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നീ വീണ്ടും ജീവിക്കുക, നീ സന്തോഷിച്ച് മുമ്പോട്ട് പോകുക. നിന്റെ എതിരാളികളുടെ മധ്യേ നിനക്ക് ഞാൻ ഗമനാഗമനം ഒരുക്കി, നിന്റെ കുടുംബത്തെ ഞാൻ പണിതുകൊണ്ടിരിക്കുകയാണ്. നീ ദീർഘകാലം അവിടെ ഇരിക്കുക. നീ കഷ്ടപ്പെടുവാനുള്ളത് കഷ്ടപ്പെട്ടവനാണ്. നീ ദീർഘക്ഷമ കാണിച്ചവനാണ്, സഹിച്ചവനാണ്. എന്റെ നാമത്തിന് വേണ്ടി നീ ഉയർന്നു നിന്നവനാണ്. അതുകൊണ്ട് അത് ഞാൻ മറന്നു കളയുന്നവനല്ല. എന്നാൽ ആലയം പണി നീയല്ല. നീ പ്രഭുസ്ഥാനത്ത് ഇരുന്നു കൊള്ളുക. വേണ്ടി നിന്റെ കഴിഞ്ഞ സന്തതിയെ അല്ലെങ്കിൽ ഒരു സന്തതിയെ നിന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ എടുക്കും. അവൻ എനിക്ക് വേണ്ടി ആലയം പണി. സ്തോത്രം. ദാവീദ് ചോദിക്കുന്നുണ്ട്, അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം, എന്നെയും എന്റെ ഹൃദയത്തെയും എന്റെ ഗൃഹത്തെയും കുറിച്ച് ദീർഘമായി ഇത്രയും പറയുവാൻ ഞാനും എന്റെ കുടുംബവും എന്തുള്ളു ദൈവം. യേശുവിന്റെ നാമത്തിൽ പരാജയപ്പെടുന്നത് നമ്മൾ എവിടെയാണ്? നമ്മളെ മാറ്റി മാറ്റി നിർത്തുന്നത് എവിടെയാണ്? നമ്മൾ പലപ്പോഴും ചിന്താകുലങ്ങളിൽ കുടുങ്ങി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന എരുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുൻപേ അവന് വേണ്ടി ചിന്തിക്കേണ്ടതിന് പകരം, അവന്റെ ആശയങ്ങൾക്ക് തുയരേണ്ടതിന് പകരം, എന്നെ വിളിച്ച ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് ചിന്തിക്കാതെ ഈ ലോകത്തിൽ പലതും നേടിയെടുക്കുമ്പോൾ പാപത്തോടും പാപം കൂട്ടത്തക്കവണ്ണം ഇസ്രായേലിലേക്ക് കടന്നു ചെല്ലുന്നു നമ്മുടെ ഹൃദയം. യെശയ്യാവ് 30 പറയുന്നുണ്ട്, മിസ്രയീമിന്റെ നിഴലിൽ ശരണം പ്രാപിച്ചുകൊണ്ട് കുതിരകളും രഥങ്ങളും വാരിക്കൂട്ടുവാൻ ഓടിക്കൂടുന്ന ജനം, അവർ ഹൃദയത്തിൽ വിഗ്രഹത്തെ സ്മരിച്ചുകൊണ്ട് നടക്കുന്നു. വിഗ്രഹം എന്താണ്? കൈമണിയായ അല്ലെങ്കിൽ കൈപ്പണിയായ സാധനം മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളാകാം, നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളാകാം, നമ്മുടെ ഉള്ളിൽ നാം അധികമായി മോഹിക്കുന്ന വിഷയങ്ങളാകാം, വ്യക്തികളാകാം, അധികമായി ഉയർത്തി കൊണ്ടുവരാമെന്ന് പറയുന്ന ആശയങ്ങളും ആഗ്രഹങ്ങളും അവസ്ഥകളുമാകാം. ഹല്ലേലൂയ. അത് നമ്മുടെ വിഗ്രഹങ്ങളിൽ വെച്ചുകൊണ്ട് അവിടെ 30-ാം അധ്യായത്തില് അങ്ങനെ പറയുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എന്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ഫറവോന്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും മിസ്രയീമിന്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എന്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രയീമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം. ദൈവത്തിന്റെ ആലോചനയില്ല, പകരം ഉള്ളിൽ കയറിയിരിക്കുന്ന മത്സരം. പാപമുള്ള ജനം തന്നെ പാപം വിട്ടൊഴിയും മനസ്സില്ല, അതിനോട് കൂടെ പാപം കൂട്ടുക.
മിസ്രൈമിൽ എന്തൊക്കെയുണ്ട്? അതായത് നമ്മൾ വിട്ടുപോകുന്ന സ്ഥാനത്ത്, വിട്ടുപോകുന്ന ജാതിയുടെ നടുവില്, വിട്ടുപോകുന്ന പാരമ്പര്യത്തിന്റെ നടുവില് എന്തൊക്കെ നമ്മൾ ആശ്രയിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു, ഏതൊക്കെ സ്ഥിതിയിൽ നമ്മൾ ജീവിച്ചിരുന്നു, അതൊക്കെ വീണ്ടും നമ്മുടെ കയ്യിൽ വരുവാൻ, വീണ്ടും അതിൽ ഉയർന്നു നിൽക്കുവാൻ, അവരെ പോലെ അവരെക്കാളും ഹൃദയം ദൈവത്തോട് അടുപ്പിക്കാതെ പൂർണ്ണതയുള്ള ദൈവത്തെ ആമേൻ ആമേൻ പലപ്പോഴും നമ്മുടെ ചിന്താകുലങ്ങളാൽ ഹല്ലേലൂയ മറച്ചു പിടിച്ച് നമ്മുടെ ഹൃദയത്തിൽ വിഗ്രഹം വെച്ചുകൊണ്ട് ആമേൻ മിസ്രൈമിന്റെ നിഴലിൽ ആമേൻ ശരണം പ്രാപിച്ച് പലതും നേടുവാൻ വ്യഗ്രതയുള്ള ജനത്തെ പരിശുദ്ധാത്മാവോട് ദർശിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കട്ടെ. എന്നാൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവോട് പറയുന്നുണ്ട്, ആമേൻ ഒരു മടങ്ങി വരവിന് കാലമായിരിക്കുക. എനിക്കറിയാം, എന്നെ വിളിക്കുന്നവർ പലരും പറയാറുണ്ട്, സ്തോത്രം, എന്താണെന്നറിയാമോ? വീട്ടുവേല ചെയ്ത്, പിതാവില്ലാതെ മാതാവ് മാത്രം വീട്ടുവേല ചെയ്ത് ഒരു പെൺകുഞ്ഞിനെ നേഴ്സിങ്ങിന് അയക്കുവാൻ പൈസ കൂട്ടി വെച്ച് ഇതൊന്നും പോരാ, ഇതൊന്നും പോരാ. എന്നാൽ എന്റെ കുഞ്ഞിനെ എന്റെ മാർഗത്തിൽ കൊണ്ടുവരാതെ ഞാൻ അലഞ്ഞതുപോലെ, ഞാൻ ഉഴന്നതുപോലെ, ഞാൻ ഒന്നുമില്ലാത്തവളായി ദേശക്കാരുടെ, കുടുംബക്കാരുടെ, ചുറ്റുവട്ടത്തുകാരുടെ നിന്നപാത്രമായി തീർന്നതുപോലെ ആയിത്തീരാതിരിപ്പാൻ എന്റെ കുഞ്ഞിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അധ്വാനിക്കുവാനുള്ള ബലം എനിക്ക് തരുവാൻ അമ്മാവ പ്രാർത്ഥിക്കണം. എന്റെ ആത്മീയത വിട്ടുപോകാതിരിപ്പാൻ അമ്മാവ പ്രാർത്ഥിക്കണം. എന്റെ ഗതികേട് പോലെ എന്റെ കുഞ്ഞിന് ഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിക്കണം. അവൾക്ക് പഠിക്കുവാനുള്ള വഴിയൊരുക്കണം, അവൾക്ക് പഠിക്കുവാനുള്ള ബലം കൊടുക്കണം, അവൾക്ക് പഠിക്കുവാനുള്ള കൃപദൈവം കൊടുക്കണം. അവൾ നഷ്ടപ്പെടാതിരിപ്പാൻ, ആയുസിന്റെ മുമ്പിൽ അവൾ വീണുപോകാതിരിപ്പാൻ, അനർത്ഥത്തിൽ കുടുങ്ങാതിരിപ്പാൻ, എന്നെ പോലെ കഷ്ടം സഹിക്കാതെ അവൾ ഉദ്ധരിക്കപ്പെടുവാൻ, ജീവനുള്ളവളായി ആയുസ് അനുഭവിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തി അവളുടെ വിദ്യാഭ്യാസം പൂർണ്ണമാക്കുവാൻ, അതിനെ ശത്രുവിന്റെ കയ്യിലും കുടുക്കിലും കണിയിലും അവൾ അകപ്പെട്ടു പോകാതെ അവൾ നികൃഷ്ട ബുദ്ധിയിലായി ഞങ്ങളിൽ നിന്ന് മാറിപ്പോകാതെ നിൽപ്പാൻ അമ്മാമ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് വളരെ വേദന തോന്നി. അവർ ഈ കഷ്ടപ്പാടിന്റെ സമയത്ത് അവർ പറയുന്ന ചിന്ത, അവർ പറയുന്ന ആഗ്രഹം, അവർ പറയുന്നവരുടെ ഞരക്കം എത്രയോ പേർക്കുണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആയുസോടും ബലത്തോടും നിലനിൽക്കുമെന്ന് നമുക്കെന്താ ഉറപ്പ്? നമ്മുടെ കുഞ്ഞുങ്ങൾ ദീർഘായുസോടെ ഇന്ന് പഠിക്കുമെന്ന് നമുക്കെന്താ ഉറപ്പ്? ഭൂമിയിലുള്ള നന്മയെ മാത്രം തിരഞ്ഞു നടന്ന് ദൈവഹിതം വിട്ട് നടക്കുന്നവർക്ക് ഇന്ന് പകലിൽ ഒരു മടങ്ങി വരവിന്, ദൈവത്തെ കുറിച്ചുള്ള ആഗ്രഹത്തിന്, ദൈവസന്നിധിയിൽ തീഷ്ണതയുള്ളവരായി മടങ്ങി വരുവാൻ കർത്താവ് പറയുന്നു, ഖനനയാഗം ഞാൻ ഇച്ഛിച്ചില്ല, പാപയാഗം ഞാൻ ചോദിച്ചില്ല, ചെവികളെ നീ എനിക്ക് തുളച്ചിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് ഇന്ന് സങ്കീർത്തനക്കാരനിൽ കൂടി പറഞ്ഞതുപോലെ യേശുവിന്റെ വാക്കാണത്, അവൻ വെളിപ്പെടേണ്ട വാക്കാണത്. നിന്റെ ഇഷ്ടം, കർത്താവിന്റെ ഇഷ്ടം എന്നായിരുന്നു. സ്വർഗമഹത്വം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന് താണലോകത്തിൽ മനുഷ്യരോടൊപ്പം വാസം ചെയ്ത് ജഡശരീരത്തിൽ താൻ കഷ്ടമേറ്റ് മനുഷ്യവർഗത്തിന്റെ പാപവുമായി കാൽവറിയിൽ അവസാനത്തുള്ളി ചോരവരെ ഊറ്റി മനുഷ്യവർഗത്തിന് വേണ്ടി അവരെ ഉദ്ധരിക്കേണ്ടതിന് വേണ്ടി സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് കരേറിപ്പോയ ക്രിസ്തുവാണ് പറഞ്ഞത്, ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. പകലിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിനായ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. ഖനനയാഗം, ഭോജനയാഗം, പലവിധ പാപയാഗം നമുക്കുണ്ട്, ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പലവിധത്തിലുള്ള യാഗം നമ്മൾ നടത്തുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ദൈവത്തോട് യാപകം നിലവിളിക്കുന്നുണ്ട്. നിലവിളി സ്ഥാനത്തല്ല, എന്നാൽ ഒരു നിമിഷം മതി. ദൈവസന്നിധി വിധേയപ്പെട്ട് വിശ്വസിച്ച് ആശ്രയിച്ച് ആരാധിക്ക്. ദൈവത്തെ കുറിച്ചുള്ള എരിവ് നിന്റെ ഉള്ളിൽ വരട്ടെ. ദൈവത്തോടുള്ള തീഷ്ണത നിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. എല്ലാ വിഷയത്തിന്റെയും മുമ്പിൽ ദൈവത്തിന്റെ ആലോചനയ്ക്കായി, മിസ്രൈമിന്റെ ആലോചനയല്ല, ദേശക്കാരുടെ ആലോചനയല്ല, ചുറ്റുവട്ടത്തെ ആലോചനയല്ല, സഹോദരവർഗത്തിന്റെ ആലോചനയല്ല. ആമേൻ, ആമേൻ, ആമേൻ.
ആമേ നമ്മുടെ ബന്ധുജനത്തിന്റെ കൂട്ടത്തിന്റെ ആലോചനയല്ല, ദൈവത്തിന്റെ ആലോചന വന്നാൽ അതിനെ മുറുകെ പിടിച്ചാൽ, അതിനു വേണ്ടി കാത്തിരുന്നാൽ, അതിനു വേണ്ടി വിശ്വസിച്ചാൽ അവൻ വൻകാര്യം നിന്റെ കുടുംബത്തെ കുറിച്ച് അവൻ ചെയ്തെടുക്കും. നിന്റെ തലമുറയെ കുറിച്ച് നീ അർഹിച്ചിട്ടില്ലാത്ത, നിന്റെ കയ്യിൽ കിട്ടിയിട്ടില്ലാത്ത, നീ അനുഭവിച്ചിട്ടില്ലാത്ത, നീ ഇതുവരെ വളർന്നിട്ടില്ലാത്ത നന്മ കൊണ്ട് നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ അവൻ നിറയ്ക്കുവാൻ ശക്തിയുള്ള ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിലാണ് നമ്മളെ സമർപ്പിക്കേണ്ടത്.